ഹജ്ജിന് പോകുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, യുഗ്ഫറു ലിൽ ഹാജ്, ഹാജിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഹജ്ജ് ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹു തആല ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. വലിമൻ ഇസ്തഗ്ഫറൽ ഹാജ്, ആർക്കെല്ലാം ഹാജി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ആർക്കെല്ലാം വേണ്ടിയിട്ട് ഹാജി ദുആ ചെയ്യുന്നുവോ, പാപമോചനം തേടുന്നുവോ, അവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഹജ്ജിന് പോകുന്ന മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറയാ. കാരണം അവൻ ദുആ ചെയ്താൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ നോക്ക്, അൽ ഹാജി യശ്ഫഉ ഫീ 400 അഹ്ലി ബൈത്തിൻ, 400 ആളുകൾക്ക് തന്റെ അഹ്ലിൽപ്പെട്ട, മിൻ അഹ്ലി ബൈത്തിഹി, തന്റെ കുടുംബത്തിൽപ്പെട്ട, തന്റെ അഹ്ലുകാരിൽപ്പെട്ട 400 ആളുകൾക്ക് ആ ഹാജി ശഫാഅത്ത് ചെയ്യുന്നതാണ്, റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അവന്റെ റെക്കമെൻഡ് അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ഒരാളെ കാണലും യാത്രയേക്കാൾ നമുക്ക് സാധിക്കലൊക്കെ വലിയൊരു കാര്യമാണ് മുഅ്മിനീങ്ങളെ. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം അവരോട് നമ്മൾ പറയണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ്, ഹജ്ജ് ചെയ്യുന്ന ആളുകളും അതുപോലെ ഉംറ ചെയ്യുന്ന ആളുകളും വഫദുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്, അല്ലാഹുവിന്റെ സംഘങ്ങളാണവര്. അവർ റബ്ബിനോട് ദുആ ചെയ്താൽ അജാബഹും, അവർക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്നത്. അവർ ഇസ്തിഗ്ഫാർ തേടിയാൽ, അവർ പാപമോചനം ആവശ്യപ്പെട്ടാൽ, ഗഫറ ലഹും, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വഫദുല്ലാഹ് ദഅാഹും ഫഅജാബൂഹു വസഅലൂഹു ഫഅതാഹും. ഹജ്ജിമാരും ഉംറ ചെയ്യുന്ന ആളുകളൊക്കെ അല്ലാഹുവിന്റെ സംഘങ്ങളാണ്. അവർ ദുആ ചെയ്താൽ അവരെ ദുആക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നതാ. അവർ വല്ലതും ആവശ്യപ്പെട്ടാൽ, ചോദിച്ചാൽ, ഫഅതാഹും, ഞാൻ അവർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് ചെറിയൊരു അമലല്ല, അത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകിയ ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ പോകുന്ന ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. നമുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അവരോട് വസിയത്ത് ചെയ്യണം. കാരണം അവിടെ ദുആ